നമസ്കാരം. ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. എന്തിലും ഏതിലും വർഗീയത കാണുക ബിജെപിക്കും ആർഎസ്എസിനും ഒരു ഹോബിയാണ് എന്ന് തന്നെ പറയാം. കണ്ണിൽ കണ്ട എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്നതും അവസാനം അത് ട്രോളാകുന്നതും ഒരു പതിവ് കാഴ്ചയാണ്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഒരു വിദ്വേഷ പ്രചരണവുമായി കൂട്ടമായി രംഗത്ത് വന്നിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ നേതാക്കൾ. പക്ഷെ ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറച്ചു ദിവസമായി കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഒരു ധനസമാഹരണ ക്യാമ്പയിൻ നടന്നിരുന്നു. മറ്റൊന്നുമല്ല, സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളിയായ അബ്ദുറഹീമിനെ മോചിപ്പിക്കാനായിരുന്നു എല്ലാവരും ഒത്തൊരുമിച്ച് പണം സ്വരൂപിച്ചത്. ഇതിനെതിരെയാണ് ഹിന്ദുത്വ നേതാക്കൾ വിദ്വേഷ പ്രചരണം നടത്തിയിരിക്കുന്നത്. റഹീമിനെ മോചിപ്പിക്കുന്നതിനുള്ള ദയാധനം സ്വരൂപിച്ചതിനെതിരെ വല്ലാത്തൊരു നാട്, വല്ലാത്തൊരു നിയമം, ഇതുവരെ ഇവിടെ ചികിത്സയ്ക്ക് മാത്രം പണം പിരിച്ചാൽ മതിയായിരുന്നു എന്നാണ് ശശികല ടീച്ചർ ഫേസ്ബുക്കിലൂടെ ഇതിനെതിരെ പ്രതികരിച്ചത്. അതുപോലെ തീവ്ര ഹിന്ദുത്വ നേതാവായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ദയാധനം സ്വരൂപിച്ചതിനെതിരെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കമന്റ് നിലവിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. മലയാളി പൊളിയല്ല, തല്ലിപ്പൊളിയാണ്. ഒരു കൊലയാളിക്ക് വേണ്ടി 34 കോടി സ്വരൂപിക്കാൻ നടക്കുന്നു. എന്നിട്ട് ആ കൊലയാളിയെ കേരളത്തിൽ എത്തിക്കണമത്രേ. എല്ലാവരും ജാഗ്രത എന്നായിരുന്നു കൃഷ്ണരാജിന്റെ ഫേസ്ബുക്ക് കമന്റ്. ഇതിന് പിന്നാലെ കൃഷ്ണരാജിനും ശശികലയ്ക്കും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കേരളത്തിൽ താമര വിരിയാത്തതിന്റെ കാരണം ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നാണ് വിമർശകർ പറയുന്നത്. മനഃപൂർവ്വമല്ലാത്ത തെറ്റിനെ തുടർന്ന് 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന റഹീമിനെ മോചിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒന്നിച്ചപ്പോൾ സംഘികൾ അവിടെ കണ്ടത് മതവെറിയാണെന്നും വിമർശകർ പറയുന്നു. നാട് ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടാൽ അസഹിഷ്ണുത തോന്നുന്നവരാണല്ലോ സംഘികൾ. ഈ സംഘികളുടെ പണമല്ല, മറിച്ച് മനുഷ്യത്വം അറിയാവുന്നവരുടെ പണമാണ് സ്വരൂപിച്ചത്. ഒരുപക്ഷെ ഒരു മുസ്ലിം നാമധാരിയായ ആൾക്ക് വേണ്ടി പണം സമാഹരിച്ചത് കൊണ്ടാകാം ഇവരുടെയൊക്കെ കുരു പൊട്ടിയത്. അല്ലെങ്കിലും വർഗീയ വിഷം തുപ്പാൻ ഇവർ കഴിച്ച് മറ്റാരുമുള്ളൂ. ഒരു സ്വാധീനവും ഇല്ലാത്തിടത്ത് വന്ന് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പിന്തുണയ്ക്കാൻ തലയ്ക്ക് വെളിവില്ലാത്ത കുറേയേറെ സംഘി കൂട്ടങ്ങൾ കാണും. അല്ലാതെ ചോറ് തിന്നുന്നവർ ആരും ശശികലയ്ക്കും കൃഷ്ണരാജും പറഞ്ഞതിനെ അംഗീകരിക്കാനാവില്ല. എന്നാലും വിഷം ആളിക്കത്തിക്കാൻ നോക്കിയ ടീച്ചറും അഡ്വക്കേറ്റും ഏറിലായത് മിച്ചം.